അപ്പോൾ നമുക്കിന്ന് മഷിത്തണ്ട് വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാമെന്നുള്ള ഉപയോഗങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മഷിത്തണ്ട് വേരോടെ തന്നെ ഞാൻ പിഴുതെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ആ വേരൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ മിക്ക സ്ഥലത്തും കാണുന്നതാണ് ഈ മഷിത്തണ്ട്, എല്ലാവരുടെ വീടുകളിലും കാണാൻ സാധ്യതയുണ്ടത്. അപ്പോൾ നമ്മൾ ഇതൊന്ന് വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പണ്ടൊക്കെ ഇത് നമ്മൾ സ്ലേറ്റിലൊക്കെ പെൻസിൽ വെച്ചൊക്കെ വരയ്ക്കുമ്പോഴത്തേനും മായ്ക്കാനൊക്കെ ഈ മഷിത്തണ്ട് ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം ഉണ്ടോ. അപ്പം ജസ്റ്റ് ഇതേപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് പല്ലി, പാറ്റ, അതേപോലെ എലി, ഈച്ച, ഉറുമ്പ് എല്ലാ ശല്യവും ഒന്നിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ കേട്ടോ. അപ്പം വളരെ നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അപ്പം ഈ ഒരു സാധനത്തിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടുള്ളത് ഹാർപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ഹാർപ്പിക്കും കൂടെ ചേരുമ്പം നല്ലൊരു എഫക്റ്റാണ് ഇതിന്. അപ്പോൾ ഒരു സ്വല്പം മതി കണ്ടോ, ഒരു പേരിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഹാർപ്പിക്ക് കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ നമുക്ക് സോഡാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം. അപ്പോൾ ഇത് എന്താ സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ സോഡാപ്പൊടി ആണെങ്കിലും മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്ത് അട്ടാക്കുകയോ അതല്ലെങ്കിൽ സാധാ കുപ്പിയിൽ നമ്മൾ മൂടി ഹോളിട്ടിട്ട് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാവുന്നതാണ്. എവിടെയൊക്കെയാണോ പല്ലി, ഈച്ച ശല്യമൊക്കെ വരുന്നത് ആ ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ അറിയാമല്ലോ ഹാർപ്പിക്കും അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു കുപ്പിയിൽ ഒഴിക്കുമ്പോഴത്തേനും നമുക്ക് കൊച്ചു കുപ്പിയിലൊക്കെ പെട്ടെന്ന് ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബൗളിൽ നിന്ന് നേരിട്ട് നമുക്ക് ഈ കുപ്പിയിൽ ഒഴിക്കുമ്പോഴത്തേനും താഴെയെല്ലാം പോകും. ഇതാകുമ്പോൾ നല്ല ഒരു തുള്ളി പോലും പോകാതെ നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ കണ്ടോ, അത് അടിഭാഗത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് മിക്സാക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, മൂടിക്കകത്ത് ഒരു ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഒഴിച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം. അത് മാത്രമല്ല സിങ്കിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ സിങ്കിലെ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും കേട്ടോ. അതേപോലെ വാഷ് ബേസിനിൽ പിന്നെ അത് മാത്രമല്ല അതിനകത്ത് നിന്ന് ഒരു ബാഡ് സ്മെൽ ഒഴിവാക്കി കിട്ടും. പ്രത്യേകിച്ച് അതിനകത്ത് നിന്ന് പാറ്റ കുഞ്ഞുങ്ങൾ അതെല്ലാം ചത്തുപോകും ഈ ഒരു സൊല്യൂഷൻ. കാരണം ഹാർപ്പിക്കും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തത് കൊണ്ടാണ് നമ്മൾ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അതേപോലെ കണ്ടോ, ഇവിടെ ഈച്ചയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുക. അപ്പം നല്ലൊരു എഫക്റ്റാണ് ഇതിന്.